മുൻനിരയിലെ പല്ലുകൾക്കിടയിലുള്ള ഇതേപോലുള്ള വിടവ് മിക്ക ആൾക്കാരെയും അലട്ടുന്ന ഒരു സൗന്ദര്യ പ്രശ്നം തന്നെയാണ്. 4 വയസ്സ് മുതൽ 7 വയസ്സ് വരെയുള്ള കുട്ടികളിൽ ഇങ്ങനെയുള്ള വിടവുകൾ കാണപ്പെടാറുണ്ട്. പക്ഷേ കാലക്രമേണ അവർക്ക് പെർമനന്റ് ടീത്ത് വരുന്നതോടുകൂടി അവ ക്രമപ്പെടാറുമുണ്ട്. എന്നാൽ ചില ആൾക്കാരിൽ പല്ലുകൾക്കിടയിലെ ആ വിടവുകൾ അതേപോലെ തന്നെ നിലനിൽക്കുന്നതായിട്ട് കാണപ്പെടാറുണ്ട്. ഡെന്റിസ്റ്റ് ഇവയെ ഡയസ്റ്റീമ എന്നാണ് പറയാറ്. ഇനി മുൻവശത്തെ 2 വലിയ പല്ലുകൾക്കിടയിലുള്ള ഗ്യാപ്പ് ആണെങ്കിൽ മിഡ് ലൈൻ ഡയസ്റ്റീമ എന്നാണ് പറയുന്നത്. ഡയസ്റ്റീമ വരാനുള്ള പ്രധാന കാരണം ഒന്ന് ഹെറിഡിറ്ററി തന്നെയാണ്. പല്ലുകളുടെയും എല്ലുകളുടെയും ഒക്കെ വളർച്ച ഏറെക്കുറെ ജനിതകപരമായിട്ട് കണ്ടുവരാറുണ്ട്. അതിനാൽ തന്നെ ഡയസ്റ്റീമിയും തലമുറകളായിട്ട് കണ്ടുവരുന്നുണ്ട്. വേറൊരു റീസൺ എന്ന് പറയുന്നത് മുൻനിരയിലെ 2 പല്ലുകൾക്കിടയിലെ ടിഷ്യൂ ഓവർ ഗ്രോത്ത് അല്ലെങ്കിൽ ഹൈ ഫ്രിനൽ അറ്റാച്ച്മെന്റ്, പിന്നെ പല്ലുകളുടെ വലിപ്പ വ്യത്യാസം, വിസ്താരേറിയ താടിയല്ലുകളും വലിപ്പം കുറഞ്ഞ കുട്ടി കുട്ടി പല്ലുകളും ആകുമ്പോൾ അത് ഡയസ്റ്റീമിയയിലേക്ക് കാരണമാകും. ടം സക്കിംഗ്, മൗത്ത് ബ്രീത്തിങ്, ടങ് ത്രസ്റ്റിംഗ് പോലെയുള്ള ഹാബിറ്റ്സും ഡയസ്റ്റീമിയയ്ക്ക് കാരണമാകാറുണ്ട്. ട്രീറ്റ്മെന്റ് ഓപ്ഷൻസിൽ വരുന്നത് ഒന്ന് ഓർത്തോഡോണ്ടിക് ട്രീറ്റ്മെന്റ് ആണ്, അതായത് ക്ലിപ്പ് അല്ലെങ്കിൽ ബ്രേസസ് ഉപയോഗിച്ചിട്ട് ഗ്യാപ്പ് ക്ലോസ് ചെയ്യുന്ന ട്രീറ്റ്മെന്റ്. നെക്സ്റ്റ് ഓപ്ഷൻ ഡയറക്റ്റ് കോമ്പോസിറ്റ് ഫില്ലിംഗ് ആണ്. നമ്മുടെ പല്ലിന്റെ നിറമുള്ള അതേ സിമെന്റ് ഉപയോഗിച്ചിട്ട് ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യുന്ന ട്രീറ്റ്മെന്റ് ഓപ്ഷൻ ആണ്. പിന്നെ വരുന്ന ട്രീറ്റ്മെന്റ് ഓപ്ഷൻ ഡെന്റൽ വെനീഴ്സ് ആണ്. ടീത്തിന്റെ ഫ്രണ്ട് സർഫേസ് കവർ ചെയ്യാൻ പറ്റുന്ന ഒരു തിൻ ക്യാപ്സ് ആണ് ഡെന്റൽ വെനീഴ്സ്. അപ്പൊ എങ്ങനെയാണ് നമ്മൾ ട്രീറ്റ്മെന്റ് ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഓരോ ആൾക്കാരുടെയും പല്ലിന്റെ വിടവിനനുസരിച്ചിട്ടും അതേപോലെ തന്നെ ഇൻഡിവിജ്വൽ താല്പര്യം അനുസരിച്ചിട്ടാണ് നമ്മൾ ചൂസ് ചെയ്യുന്നത്.